ഹലോ, വെൽക്കം ബാക്ക്. ഈദ് മുബാറക്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പൊതിച്ചോറാണ് കേട്ടോ. പൊതിച്ചോറെന്ന് വെച്ചാൽ സാധാരണ പൊതിച്ചോറല്ല, ഒരുപാട് സ്പെഷ്യലുകൾ ചേർത്തിട്ടുള്ളൊരു പൊതിച്ചോറാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ചോറാണ് വെക്കുന്നത്. ചോറ് വെക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് എണ്ണ തൂവിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിർബന്ധം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മാങ്ങച്ചാർ ഇടുന്നുണ്ട്. മാങ്ങച്ചാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്നലെ ഇങ്ങനെ ഗെയിമെല്ലാം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെരുന്നാളാണ് നാളെ എന്നുള്ളത് കൺഫേം ആയത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഇന്നേക്ക് വേണ്ട ഐറ്റംസൊക്കെ വാങ്ങി വന്നു കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫിഷ് ഐറ്റംസ് ആണ്. കൂന്തൽ തോരൻ, അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ഞണ്ട് റോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ തിണ്ടയാണ് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ മത്തി നന്നായിട്ട് മുളകിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് എല്ലാം ഇനിയും വരാനുണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ ലിവർ ഉണ്ട്, തളയൻ്റെ കൂട്ടാനാണ്, തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടാനാണ് സെറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റംസും നമ്മൾ ചോറിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് പൊതിഞ്ഞ് വെക്കണം. കുറച്ച് നേരം അങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലിയിൽ എല്ലാവരും കൂടിയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ലിവർ ഫ്രൈ ആയിരുന്നു കേട്ടോ. എനിക്ക് എന്തോ എളുപ്പം അതായിട്ടാണ് തോന്നിയത്. അങ്ങനെ ബാക്കി എല്ലാവരും ഓരോരോ ഐറ്റംസ് എടുത്തിട്ട് നമ്മളൊരു 1.5 ആയപ്പോഴേക്ക് ഫുഡെല്ലാം സെറ്റായി. പിന്നെ അത് അങ്ങനെ നന്നായിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10-14 പേർക്കുള്ള ഫുഡാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഒരു പെരുന്നാൾ സെറ്റ് ചെയ്യുന്നത്, അതായത് പെരുന്നാളിൻ്റെ സെലിബ്രേഷൻ സെറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ നെയ്ച്ചോറ്, ചിക്കൻ കറി അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് നമ്മൾ നല്ല മീൽസ്, അതായത് സാദാ ചോറ്, അതിലേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പൊതിച്ചോറൊക്കെ ആക്കിയിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ബ്രദർ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഇല ഫുള്ള് കവറായി വരുന്നുണ്ട് കേട്ടോ. ഫുള്ള് കളർഫുള്ളാവുന്നുമുണ്ട്. ഇതാ നമ്മൾ തളയൻ്റെ കൂട്ടാൻ നമ്മൾ നേരെ അതിൻ്റെ ചോറിൻ്റെ മണ്ടയ്ക്കാണ് ഒഴിക്കുന്നത്. കാരണം പൊതിഞ്ഞിട്ട് അതെല്ലാം കൂടി സെറ്റായി വരാൻ ഏറ്റവും ബെറ്റർ ഇതിൻ്റെ ചോറിൻ്റെ മേലേക്ക് കറി ഒഴിക്കുന്നതാണ്. ഇത്രയും ഐറ്റംസ് ചെയ്യുമ്പോൾ മീനും ചോറും കേട്ടോ നമ്മളെ മൈൻഡിലുണ്ടായിരുന്ന കുറ്റിപ്പുറത്തുള്ള. അപ്പോൾ അതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചതും. ഇനി ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതിനെ വിശദമായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് നോക്കുക. അങ്ങ് ചിക്കൻ പൊരിച്ചത്, തിണ്ട പൊരിച്ചത്, കൂന്തൽ തോരൻ, ചെമ്മീൻ റോസ്റ്റ്, ലിവർ ഫ്രൈ, അതുപോലെ മത്തി മുളകിട്ടത്, തളയൻ്റെ കറി, പിന്നെ ഇതാ ഞണ്ട് റോസ്റ്റ്, അതിലേക്ക് അച്ചാറും ഉണ്ട് കേട്ടോ. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ പൊതി കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതെല്ലാം കൂടി ഇലയിൽ ഇരുന്നിട്ട് ഒരു പ്രത്യേക മണവും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രത്യേക ലുക്കും ആയിരിക്കും കേട്ടോ. ഇതാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇതാ അമ്മുക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അമ്മുക്കുട്ടിക്ക് എല്ലാ ഐറ്റംസും നമ്മൾ വെച്ചിട്ടില്ല. അവൾ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് പറ്റിയ ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് പൊതിഞ്ഞിട്ടുള്ളത്. സോ അവളെ പ്ലേറ്റ് ഇങ്ങനെ കേട്ടോ, വാഴൻ്റെ ഇല ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അവൾ റിവ്യൂ ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ചോറൊക്കെ എടുത്ത് കഴിച്ചിട്ട് അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. ആൾ നല്ല സ്മാർട്ടാണ്. അങ്ങനെ ഏകദേശം എല്ലാവരും വന്ന് ഊണ് കഴിക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിത് കഴിഞ്ഞിട്ടൊരു സിനിമ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ന്യൂ മാരീഡ് കപ്പിൾസാണ് കേട്ടോ. അവരുടെ കല്യാണം കഴിഞ്ഞത് ഫെബ്രുവരിയിലായിരുന്നു. പിന്നെ അടുത്ത ട്രിപ്പിലാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ ഇതാ ഞങ്ങളും കഴിക്കാനിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കും കേട്ടോ. ഇപ്പോൾ വളരെ മോശമാണ് വീഡിയോയ്ക്ക് കിട്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്താലേ നമുക്കൊരു ഉഷാറ് വരുള്ളൂ. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.